അപ്പോൾ നമുക്ക് ആദ്യം ആൾട്ടോ മുതൽ തന്നെ തുടങ്ങാം. ആൾട്ടോ ഇവിടെ നിലവിൽ ഒരുപാട് കളേഴ്സ് ഒരുപാട് വേരിയൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ തന്നെ? ഇത് 2020 മോഡൽ ഓൾട്ടോ LXI വേരിയന്റ് ആണ്. LXI വേരിയന്റ്. ഇത് പുതിയ BS6 മോഡലാണ് വരുന്നത്. BS6 എഞ്ചിൻ വരുന്നതാണ്. അത് ആൾട്ടോ നിർത്തുന്ന ആ സമയത്തുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡല്. ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 22,000 കിലോമീറ്റർ വണ്ടി ഓടി. 22,000 കിലോമീറ്റർ. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പക്ക. ഇതിനൊക്കെ നമുക്ക് എത്ര മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടും? മൈലേജ് നമുക്ക് അറൗണ്ട് 22 റേഞ്ചിൽ വരെ കിട്ടുന്നുണ്ട്. 22 കിലോമീറ്റർ വരെ നമുക്ക് മൈലേജും കാര്യങ്ങളും കിട്ടും. കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്ക് ആണ് അങ്ങനെയാണ് നമുക്ക്. അപ്പോൾ ഒരു ബൈക്കൊക്കെ എടുത്ത് നമ്മൾ ഈ ബുദ്ധിമുട്ട് യാത്ര ചെയ്യുന്നവർക്കൊക്കെ എന്തുകൊണ്ടും അനുയോജ്യമായിട്ടുള്ള വാഹനമാണ്. മൈലേജ് സെഗ്മെന്റ് പോയാൽ അന്വേഷിച്ചിറക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ്. ഇതിൽ LXIയിൽ എന്തൊക്കെ ഫീച്ചേഴ്സ്? LXIയിൽ ഇതിൽ വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. അഡീഷണൽ ആക്സസറീസ് ആയിട്ട് നമുക്ക് സ്റ്റീറ്റ് കവറും സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ABS എയർ ബാഗും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് ഇതിന് സേഫ്റ്റി പർപ്പസ് കൂടുതലുള്ള വണ്ടിയാണ്. ഇതിന് ഡ്രൈവർ സൈഡ് എയർ ബാഗ് ഉണ്ടാവും. എക്സ്ട്രാ നമുക്ക് ABS ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരുന്നത്. പാർക്കിംഗ് സെൻസറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിംഗ് സെൻസർ എല്ലാം ഉണ്ട്. ടയർ ബാഗും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടയറാണ്. നല്ല ടയറും കാര്യങ്ങളൊക്കെയാണ്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ആണ്. എല്ലാം ക്ലിയർ ആണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് പ്രൈസ് വന്നിട്ട് 360 വരുന്നത്. 3,60,000. നമുക്ക് ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. നമുക്ക് വണ്ടി വിലയുടെ 90% നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. ഒരു 3 ലക്ഷം വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റില്ല. ഒരു 60 ഡൗൺ പേയ്മെന്റ് ചെയ്ത വണ്ടി ഇറക്കാൻ പറ്റില്ല. ഇതിന് വാറന്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? വാറന്റി വരുന്നുണ്ട്. ഇതിന് 6 മാസത്തേക്ക് മാനുവൽ വാറന്റി ഉണ്ടാവും. 3 ഫ്രീ സർവീസും ഉണ്ടാവുന്നതാണ്. 6 മാസത്തെ വാറന്റി ഉണ്ട്, 3 ഫ്രീ സർവീസ് ഉണ്ട്, 3 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. അടുത്തായിട്ട് യൂസർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അന്വേഷിക്കുന്ന ഒരു വാഹനം മാരുതിയുടെ റിറ്റ്സ്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് റിറ്റ്സ് VXI മോഡലാണ്. 2013 മോഡലാണ് വരുന്നത്. 2013 VXI. ഓണർഷിപ്പ്? ഇത് സെക്കൻഡ് ഓണർ വണ്ടിയാണ്. 73,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 73,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഇതിനകത്ത് വരുന്ന ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് വരെല്ലാം വരുന്നുണ്ട്. അഡീഷണൽ സീറ്റ് കവർ, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അഡീഷണൽ സീറ്റ് കവേഴ്സ്, സ്റ്റീരിയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്റീരിയർ പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പിന്നെ ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലേ? ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? ഇത് പ്രൈസ് വന്നിട്ട് 3,05,000 വരുന്നുണ്ട്. 3,05,000 രൂപയാണ് വരുന്നത്. ലോൺ ചെയ്യാൻ പറ്റുമോ? ലോൺ ചെയ്യാൻ പറ്റും. പിന്നെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കംപ്ലൈന്റ് ആക്സിഡന്റ് വർക്ക് വന്നിട്ടുണ്ട്. ഹിസ്റ്ററി തന്നെ അവൈലബിൾ കാണിക്കാവുന്നതാണ്. നമുക്ക് ബോണറ്റും ഗ്ലാസും മാറിയിട്ടുണ്ട്. ബോണറ്റും ഗ്ലാസും റീപ്ലേസ് ആയിട്ടുണ്ട്. അത് കമ്പനിയിൽ ചെയ്തിട്ടുണ്ട്. പുറത്തുനിന്ന് ചെയ്തിട്ടുള്ള കമ്പനിയിൽ ചെയ്തിട്ടുള്ള ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഉള്ള പക്ക നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. പിന്നെ ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ പുതിയ ബ്രാൻഡഡ് ടയേഴ്സാണ് നിലവിലുള്ളത് അല്ലേ? 4 പുതിയ ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ ഭാഗം ക്ലിയർ ആണ്. അടുത്തത് നമ്മുടെ അടുത്തുള്ള ഒരു ആൾട്ടോ, സെയിം ഫേസ് സെയിം കളർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2020 മോഡൽ തന്നെയാണ് വരുന്നത്. 2020. 31,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. LXI വേരിയന്റ് അല്ലേ? അതെ, LXI വേരിയന്റ് ആണ്. ബേസിക്സ് വണ്ടി. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാരണം തന്നെ വരുന്നത് ഒന്നുമില്ല. കണ്ടീഷൻ വാഹനം. ഇതിൽ പറഞ്ഞ പോലെ തന്നെ LXIയിൽ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് വരുന്നത്? സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോ, എയർ ബാഗ്, ABS ബ്രേക്ക്. സെൻട്രൽ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ? റിമോട്ട് സെൻട്രൽ ലോക്ക്, സീറ്റ് കവർ, സ്റ്റീരിയോ, ബാക്കിൽ സ്പോയിലർ കാര്യങ്ങളൊക്കെ സ്പോയിലറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കണ്ടീഷൻ ടയർ ആണ്. ഇനി വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കസ്റ്റമറിന് വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് സർവീസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് തരുന്നത്. ഫിൽറ്റർ മാറി സർവീസ് എല്ലാം ചെയ്തിട്ട് തരും. ഇനി നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കിലോമീറ്റർ ആകുമ്പോൾ നമുക്ക് ഓയിലൊന്നും ചേഞ്ച് ചെയ്യേണ്ടി വരും. മാത്രം ഡെലിവറി 3 ഫ്രീ സർവീസ് മാത്രം ചെയ്താൽ മതി. ഒരു 3 സർവീസ് വരെ നമുക്ക് വേറെ കാശിന് ചെലവും കാര്യങ്ങളൊന്നും ഇല്ല. ഇതിന് ഞങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് പ്രൈസ് വന്നിട്ട് 3,45,000 രൂപ വരുന്നു. 3,45,000. നമുക്കൊരു 3 ലക്ഷം ലോൺ ചെയ്യാൻ പറ്റില്ലേ? നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു 45,000 നോക്കിയിട്ട് നമുക്ക് അത് കസ്റ്റമർ നല്ല പ്രൊഫൈലുള്ള കസ്റ്റമറാണ്. അടവും കാര്യങ്ങളും തെറ്റിക്കാതെ കൊണ്ടുപോകുന്ന നല്ല പ്രൊഫൈലുള്ള കസ്റ്റമർ ആണെങ്കിൽ തീർച്ചയായിട്ടും 3 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാം. ഇതിന് നേരത്തെ പറഞ്ഞ പോലെ 6 മാസത്തെ വാറണ്ടി, സെയിം വാറണ്ടി തന്നെ വരുന്നത്. 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസും കാര്യങ്ങളുണ്ടോ. അടുത്തായിട്ട് ചെറിയ സെഗ്മെന്റ് വാഹനങ്ങൾ അന്വേഷിച്ചിറക്കുന്നവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട വാഹനങ്ങളൊന്നാണ് ഇയോൺ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് ഹ്യുണ്ടായി ഇയോൺ ഇറാ പ്ലസ് എന്ന് പറഞ്ഞ വണ്ടിയാണ്. ഇറാ പ്ലസ് വേരിയന്റ്. ഓണർഷിപ്പ് വന്നിട്ട് തേർഡ് ഓണർഷിപ്പ് ആണ്. മോഡൽ 2017 മോഡലാണ്. 2017 മോഡൽ ഇറാ പ്ലസ്. 38,000 കിലോമീറ്റർ വണ്ടി ഓടി. 38,000 കിലോമീറ്റർ പെട്രോൾ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ? ലുക്ക് എന്ന് പറഞ്ഞാൽ അന്യായ ലുക്കാണ്. കണ്ടു കഴിഞ്ഞാൽ ആരും എടുത്തോണ്ട് പോകും. അമ്മാതിരി സെറ്റപ്പ് ആയിട്ടാണ് വണ്ടി പണിത് വെച്ചിരിക്കുന്നത്. ആര് കണ്ടാലും നോക്കും റോഡിൽ അല്ലേ? എക്സ്ട്രാ ഫിറ്റ്മെന്റ്സ് കുറച്ച് അഡീഷണൽ കസ്റ്റമർ ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. ഇതിൽ ഇറാ പ്ലസിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ ആണ് കമ്പനി വരുന്നത്. അഡീഷണൽ സീറ്റ് കവർ, ആൻഡ്രോയിഡ് സ്റ്റീരിയോ, റിവേഴ്സ് പാർക്കിംഗ് സെൻസർ എല്ലാം ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പുതിയ ടയേഴ്സ്. 4 പുതിയ ബ്രാൻഡഡ് ടയേഴ്സ് ആണ് ഉള്ളത്. പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? എല്ലാം ഓക്കെയാണ്. ഇതിന് ചോദിക്കുന്ന പ്രൈസ് എത്ര? പ്രൈസ് വന്നിട്ട് 2,15,000 രൂപയാണ് വരുന്നത്. 2,15,000 രൂപ. ഇത്രയും കാണാൻ ഭംഗിയുള്ള ഇത്രയും നല്ലൊരു വണ്ടി 2,15,000 രൂപ. ചെറിയൊരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു വാഹനമാണ്. താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഇത് 2020 മോഡലാണ്.
ഇത് 2020. 17,000 കിലോമീറ്റർ വണ്ടി ഓടി. വെറും 17,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ ആണ്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. പെട്രോൾ എഞ്ചിൻ. ഈ പറഞ്ഞ അതേ മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. BS6 എഞ്ചിൻ. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ കാര്യങ്ങളും കഴിഞ്ഞതിന് ശേഷമാണ് വാറന്റിയും സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്. എല്ലാ ചെക്കിങ് കാര്യങ്ങളും കഴിഞ്ഞാലേ. ഇതിൽ ഈ പറഞ്ഞ പോലെ തന്നെ പർച്ചേസ് ചെയ്ത കണ്ടീഷനാണ് കിടക്കുന്നത്. നമ്മൾ കണ്ടീഷൻ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് വേണം കൊടുക്കാനാണ്. ചെറിയൊരു മിനുക്ക് പണി കാര്യങ്ങളൊക്കെ ഇതിൽ ബാക്കി വരുന്നത്. കാരണം ഇവരിപ്പോൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നിങ്ങളുടേതായിട്ടുള്ള ചെക്കിങ് അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം സെയിൽ ചെയ്യും. കസ്റ്റമർക്ക് ഡെലിവറി. അപ്പോൾ വേറെ കംപ്ലൈന്റ് കാര്യങ്ങളോ ഒരു സ്ക്രാച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഇതിൽ ABS എയർ ബാഗ് സെൻസറും സെയിം BS6 മോഡൽ തന്നെയാണ്. എല്ലാ ഫീച്ചേഴ്സും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ വെക്കല്ലേ എല്ലാം. ഇതിനെന്താ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് പ്രൈസ് വന്നിട്ട് നമുക്ക് 3,65,000 വരും. ഇതിന് 3,65,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. കമ്പനി സർവീസും കാര്യങ്ങളുണ്ട്. വാറണ്ടി ഉണ്ട്. 6 മാസത്തെ മാരേജ് വാറണ്ടി വരുന്നുണ്ട്. ആഫ്റ്റർ ഡെലിവറി 3 ഫ്രീ സർവീസ് ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഉണ്ട്. അടുത്തായിട്ട് ഒരു വാഗനർ ആണ് പരിചയപ്പെടാൻ പോകുന്നത്. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് വാഗനറിന്റെ ഓട്ടോമാറ്റിക് മോഡലാണ് വരുന്നത്. ഓട്ടോമാറ്റിക് മോഡൽ. ഓട്ടോമാറ്റിക് വാഹനം ഒരുപാട് ആളുകൾ അന്വേഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ഫാമിലീസിലെ ലേഡീസ് ഒക്കെ ഇപ്പൊ വാഗനർ ഓട്ടോമാറ്റിക് ആണ് തിരഞ്ഞെടുക്കുന്നത്. ഇത് ലോ ബഡ്ജറ്റിൽ വണ്ടി നോക്കുന്ന ഓട്ടോമാറ്റിക് നോക്കുന്ന കസ്റ്റമേഴ്സിന് പറ്റിയ വണ്ടിയാണ്. ഇത് 2018 മോഡൽ വാഗനർ VXI ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. 2018 മോഡലാണ് വാഗനർ ഓട്ടോമാറ്റിക്. ഏതാണ് വേരിയന്റ്? VXI ഓട്ടോമാറ്റിക്. ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 1 lakh കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അല്ലേ? വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. VXI ഓട്ടോമാറ്റിക്കിൽ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? VXI ഓട്ടോമാറ്റിക്കിൽ വരുന്ന ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ AC പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരും. ഇലക്ട്രോണിക് മിററാണ് വരുന്നത്. കമ്പനി ബിൽഡ് സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക്, അഡീഷണൽ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പിന്നിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് റിയർ വൈപ്പർ, ഡീഫോഗർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നുണ്ട്. വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും തട്ടുമുട്ട റീപ്ലേസ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. ആ ഫോഗ്ലാംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഇതിന് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് വന്നിട്ട് 3,50,000 രൂപയാണ് പ്രൈസ്. 3,50,000 രൂപയാണ് പ്രൈസ് വരുന്നത്. ഇതിൽ എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇത് നമുക്കൊരു 2.80, 3 ലക്ഷം അടുത്ത് വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. നല്ല പ്രോഫിറ്റ് ഉള്ളതാണെങ്കിൽ 3 ലക്ഷം വരെ ചെയ്ത് കൊടുക്കാം. ഒരു 50,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വാഗനർ സ്വന്തമാക്കാം. ഈ ആൾട്ടോന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് 2014 മോഡലാണ് വരുന്നത്. 2014 മോഡൽ. ഓണർഷിപ്പ് എത്ര? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 40,000 കിലോമീറ്റർ താഴെ ഓടിയിട്ടുള്ളൂ. 40,000 താഴെയാണ് ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ, കമ്പനി സർവീസ്. സിംഗിൾ ഓണർ ആണ്. പിന്നെ നമുക്ക് നോക്കേണ്ട ആവശ്യമില്ല. കാരണം ഓണർഷിപ്പ് കൈമാറി വന്നിട്ടില്ല. അതുകൊണ്ട് കമ്പനി സർവീസ് ഒക്കെ പക്കയായിരിക്കും. ഇതിന് AC പവർ സ്റ്റിയറിംഗ്, 2 പവർ വിൻഡോ അങ്ങനെയുള്ള സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് വരുന്നത്. എക്സ്ട്രാ നമുക്ക് സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ടയറും കാര്യങ്ങളൊക്കെ പുത്തൻ ടയേഴ്സ് ആണ്. പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? എല്ലാം ക്ലിയർ ആണ്. ചോദിക്കുന്ന പ്രൈസോ? ഇത് പ്രൈസ് വന്നിട്ട് 2,40,000 വരുന്നു. 2,40,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. ഓക്കെ. അടുത്തായിട്ട് ഈ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത്? ഇത് മാരുതി സെൻ എസ്റ്റിലോ എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. സെൻ എസ്റ്റിലോ വേരിയന്റ് ഏതാ? LXI വേരിയന്റ് ആണ്. ഇത് സിംഗിൾ ഓണർഷിപ്പ് ആണ്. 80,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 80,000 കിലോമീറ്റർ സിംഗിൾ ഓണർ. എത്ര മോഡൽ എത്ര വരുന്നത്? ഇത് 2010 മോഡലാണ്. 2010 മോഡലാണെങ്കിൽ കൂടി സിംഗിൾ ഓണറാണ്. ഓണർഷിപ്പ് കൈമാറിയിട്ടില്ല. ഇതുവരെയായിട്ടും കൈമാറാത്തൊരു വാഹനമാണ്. പെട്രോൾ എഞ്ചിൻ. അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ? അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ കിട്ടും. ഇത് LXI എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? AC പവർ സ്റ്റിയറിംഗ്, ഫ്രണ്ട് 2 ഡോർ പവർ വിൻഡോസ്, എക്സ്ട്രാ സീറ്റ് കവർ, സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് ഉള്ളും പുറമൊക്കെ. പിന്നെ ടയറും കാര്യങ്ങളൊക്കെ കണ്ടീഷൻ ടയേഴ്സ് ആണ്. ഏകദേശം ഒരു 90% പുതിയ ടയേഴ്സ് ആണ് ഉള്ളത്. ഇതിന് ചോദിക്കുന്ന പ്രൈസും കാര്യങ്ങളൊക്കെ 1,50,000 രൂപ കൊടുക്കാം നമുക്ക്. 1,50,000 രൂപക്ക് 1,50,000 ചോദിക്കുന്ന പ്രൈസ്. ചെറിയ ബഡ്ജറ്റിൽ നല്ല നല്ല വാഹനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വാഹനം തന്നെയാണ്. അടുത്തായിട്ട് പുതിയ ഫേസിൽ ഗ്രേ കളർ വാഗനർ. ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ വരുന്നത് സാറേ? ഇത് 2021 മോഡല് വാഗനർ VXI മോഡലാണ് വരുന്നത്. വാഗനർ VXI മോഡൽ 1000cc എഞ്ചിനാണ് വരുന്നത്. 1000cc. അതെ. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ വണ്ടിയാണ്. 30,000 കിലോമീറ്റർ വണ്ടി ഓടി. വെറും 30,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ചെറിയ കിലോമീറ്റർ ഓടിയ നല്ല നല്ല വാഹനങ്ങൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സമീപിക്കാൻ പറ്റുന്ന ഒരു ഷോറൂമാണ്. കാരണം ഒട്ടുമിക്ക വാഹനങ്ങളും ഒരു 30, 40, 25 റേഞ്ചിലാണ് ഓടിയിട്ടുള്ളത്. കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ പക്കയായിരിക്കും. വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് വരുന്നില്ല. ഒന്നുമില്ല. ഇത് എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് വരുന്നത്? വരുന്ന ഫീച്ചർ എന്ന് പറയുമ്പോൾ അത് VXI വേരിയന്റ് ആണ്. VXIക്കകത്ത് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, ഇലക്ട്രോണിക് മിറർ, സ്റ്റീരിയോ, സെൻട്രൽ ലോക്ക് കാര്യങ്ങളെല്ലാം വരുന്നത്. ABS എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എയർ ബാഗ് കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ടാവും. BS6 മോഡലാണ് വരുന്നത്. BS6 എഞ്ചിനാണ്. സിംഗിൾ എയർ ബാഗ് ABS എന്തായാലും വരും. എല്ലാവരും BS6 എഞ്ചിനിൽ ഇതൊക്കെ ഉണ്ടാവും. ഓക്കെ ഉണ്ടാവും. ഓക്കെ. ഇതിന്റെ ടയറും കാര്യങ്ങളൊക്കെ നല്ല ടയറാണ്. നല്ല ടയറാണ്. ഇതിന്റെ പ്രൈസ് എത്ര വരുന്നത്?
5,30,000 ഇതിന് പ്രൈസ് വരുന്നത്. 5,30,000 രൂപ. അതിൽ നമുക്ക് എത്ര ലോൺ ചെയ്യാൻ പറ്റും? ഇതിന് നമുക്ക് 90% വരെ നമുക്ക് ലോൺ ചെയ്യാം. വണ്ടി വിലയുടെ 90% വരെ ലോൺ ചെയ്യാം. വിലയുടെ 90% വരെ നമുക്ക് ലോൺ ചെയ്യാം. ഏകദേശം 50 രൂപ 60 രൂപ ആ റേഞ്ചിൽ നമുക്ക് ഡൗൺ പേയ്മെന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറക്കി കൊണ്ട് പോകാം. ഇതിന് വാറണ്ടി കാര്യങ്ങളൊക്കെ അല്ല? ഇതിന് വാറണ്ടി ഉണ്ട്. ഇതിന് 1 വർഷത്തേക്കാണ് മാരുതിയുടെ വാറണ്ടി വരുന്നത്. 1 വർഷത്തേക്ക് അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ വരെ മാരുതിയുടെ വാറണ്ടി ആയിരിക്കും വരിക. ആഫ്റ്റർ ഡെലിവറി 3 ഫ്രീ സർവീസ് ഉണ്ടാവും. 3 ഫ്രീ സർവീസ് ഉണ്ടാവും. ഇപ്പോൾ ഒരു സർവീസും കാര്യങ്ങളൊക്കെ പക്ക ക്ലിയർ ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. അതിനുശേഷം വണ്ടി കസ്റ്റമറിന്റെ കയ്യിൽ തന്നു കഴിഞ്ഞാൽ ഒരു 3 സർവീസ് ഫ്രീ ആയിട്ട് വേറെ ഉണ്ട്. നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കണ്ട. കിലോമീറ്ററും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഓയിലും ചേഞ്ച് ചെയ്യേണ്ടി വരും. അത് മാത്രം ചെയ്താൽ മതി. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യും. അടുത്തായിട്ട് മാരുതിയിലെ സൂപ്പർ സ്റ്റാർ എന്നറിയപ്പെടുന്ന ഏറ്റവും കൂടുതൽ വാഹനം വിറ്റ് വെച്ച ഒരു മോഡലാണ് ബലേനോ. അത് ഈ മോഡലിന് പ്രത്യേക ഫാൻ ബേസ് അല്ലേ? ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെ? ഇത് ബലേനോ 2020 മോഡൽ ഡെൽറ്റ വേരിയന്റ് ആണ്. ഡെൽറ്റ വേരിയന്റ് ആണ്. ഓണർഷിപ്പോ? ഇത് സിംഗിൾ ഓണർ വണ്ടിയാണ്. 9,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 9,000 കിലോമീറ്ററോ? വെറും 9,000 കിലോമീറ്ററോ? വെറും 9,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ജെനുവിൻ കിലോമീറ്റർ കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അതെ. ചിലപ്പോൾ ഈ ഞായറാഴ്ചകളിലൊക്കെ ഓടിച്ചു പോകുന്ന അങ്ങനത്തെ ഒരു ആളുകളോ ഈ ഒഴിവ് സമയത്ത് മാത്രം വണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ടാവും. അവരുപയോഗിക്കുന്ന വാഹനങ്ങളാണ്. ഇതുപോലെ വർഷം എത്രയാണെങ്കിലും ചെറിയ കിലോമീറ്റർ മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഡെൽറ്റ എന്ന് പറയുന്ന വേരിയന്റിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടാവും? AC പവർ സ്റ്റിയറിംഗും 4 ഡോർ പവർ വിൻഡോ ഉണ്ടാവും. ഇലക്ട്രോണിക് മിറർ, പിന്നെ വന്നിട്ട് സെൻട്രൽ ലോക്ക്, സ്റ്റീരിയോ, ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ റിയർ വൈപ്പർ, ഡീഫോഗർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. സെൻസറും കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവില്ലേ? പിന്നെ മിറർ ഇൻഡിക്കേറ്റർ, ഫോഗ് ലാംപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയർ പിന്നെ നോക്കേണ്ട 9,000 കിലോമീറ്റർ മാത്രമേ ഓടിയുള്ളൂ. ബാലൻസ് ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇൻഷുറൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേപ്പർ ബാഗ് എല്ലാം ഓക്കെയാണ്. വേറെ മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. അതുകൊണ്ട് വാറണ്ടി ഉണ്ടാവും. ഇതിന് മാരുതിയുടെ വാറണ്ടി 6 മാസത്തേക്ക് മാരുതിയുടെ വാറണ്ടി ഉണ്ട്. 6 മാസം വാറണ്ടി, 3 ഫ്രീ സർവീസ് ഉണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്രയാണ്? പ്രൈസ് വന്നിട്ട് 6,75,000 പ്രൈസ്. 6,75,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. 6 മാസത്തെ വാറണ്ടി, 3 ഫ്രീ സർവീസ്. അടുത്തായിട്ട് ഫാമിലി മെമ്പേഴ്സൊക്കെ കുറച്ച് അധികം ആളുകൾ തിരയുന്ന ഒരു വാഹനമാണ് 7 സീറ്റർ വാഹനം. പ്രത്യേകിച്ചിട്ടും മാരുതിയുടെ ഈ ഒരു സെഗ്മെന്റ് വാഹനം അത്യാവശ്യം നല്ല ആളുകൾ ഫാമിലി കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ തിരയുന്ന വാഹനമാണ് എർട്ടിഗ. ഇതിന്റെ ഡീറ്റെയിൽസ്? ഇത് എർട്ടിഗ VXi പെട്രോൾ വേരിയന്റ് ആണ് വരുന്നത്. ഓണർഷിപ്പോ? 2022 മോഡലാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. അത് കിലോമീറ്റർ വന്നിട്ട് 38,000 കിലോമീറ്റർ വണ്ടി. 38,000 കിലോമീറ്റർ കമ്പനി സർവീസ് ഉണ്ട്. കമ്പനി സർവീസ് ആണ്. ഫ്രഷ് ക്വാളിറ്റിയാണ് വണ്ടി. വണ്ടി ഒരു 38 കിലോമീറ്റർ ഓടി എന്ന് പറയാൻ പറ്റില്ല. മാക്സിമം ഒരു 5,000 ആ റേഞ്ചിൽ ഓടി ക്വാളിറ്റിയാണ് വണ്ടി. അത്രയും നന്നായി കൊണ്ട് നടന്നിട്ടുള്ള വാഹനമാണല്ലേ? ഇതിന് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ? ഇത് VXi വേരിയന്റ് ആണ്. VXi വേരിയന്റ് വരുന്നത് AC പവർ സ്റ്റിയറിംഗ്, പവർ വിൻഡോസ്, ഇലക്ട്രോണിക് മിറർ. ഇതിനകത്ത് അഡീഷണൽ ടച്ച് സ്ക്രീൻ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അതെ, സീറ്റ് കവർ അങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്ട്രാ ആക്സസറീസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഹൈബ്രിഡ് മോഡലാണ് വരുന്നത്. ആവറേജ് അതേപോലെ മൈലേജ് കൊടുക്കുന്ന പെട്രോൾ എഞ്ചിനാണ്. ഹൈബ്രിഡ് എഞ്ചിൻ ആകുമ്പോൾ നമുക്ക് മൈലേജ് കൂടുതൽ കിട്ടും. വലിയ വാഹനമാണെങ്കിലും നമുക്ക് മൈലേജ് നോക്കേണ്ട ആവശ്യമില്ല. മൈലേജ് അത്യാവശ്യം ഉണ്ടാവും അല്ലേ? പിന്നെ ഇതിൽ പുറത്തോട്ട് വരുമ്പോൾ ടയറും കാര്യങ്ങളൊക്കെ പക്കയല്ലേ? അതെ, ഇതിനകത്ത് എക്സ്ട്രാ അലൈവീൽസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. നിലയിൽ അലൈവീലും കാര്യങ്ങളും പ്രൊജക്ടർ ഹെഡ് ലാമ്പ് കാര്യങ്ങളെല്ലാം നിലയിൽ വരുന്നുണ്ട്. എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾ ചോദിക്കുന്ന പ്രൈസ് എത്ര? ഇത് പ്രൈസ് വന്നിട്ട് 10,10,000 ഇത് പ്രൈസ് വരുന്നത്. 10,10,000 രൂപയാണ് ചോദിക്കുന്ന പ്രൈസ്. വില നെഗോഷ്യബിളും കാര്യങ്ങളൊക്കെ കച്ചവടമാകുമ്പോൾ ഉണ്ടാവും. പിന്നെ വാറണ്ടി കാര്യങ്ങളുണ്ടോ? വാറണ്ടി ഉണ്ട്, തീർച്ചയായിട്ടും. ഇതിന് നമുക്ക് മാരുതിയുടെ വാറണ്ടി നിലയിൽ നിൽക്കുന്നുണ്ട്. അതായത് നിലവിലുള്ള എക്സ്റ്റൻഡ് വാറണ്ടി കൂടാതെ മാരുതിയുടെ ട്രുവാലിൽ നിന്ന് എടുക്കുന്നതുകൊണ്ട് അഡീഷണൽ 1 ഇയർ വാറണ്ടി കൂടി നിലവിലുണ്ടാവും. 1 ഇയർ വാറണ്ടി നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഷോറൂമിൽ ഒട്ടുമിക്ക വാഹനങ്ങളും വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നന്നായി തന്നെ നമുക്ക് അവതരിപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വാഹനം വേണമെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം. ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ട്. ഞായറാഴ്ച ഓപ്പൺ ആണോ? ഞായറാഴ്ച ഓപ്പൺ ആവില്ല. നമുക്ക് മാസാവസാനം ഞായറാഴ്ചകളിൽ മാസാവസാനം ആണെങ്കിൽ മാത്രമാണ് സൺഡേസിൽ ഓപ്പൺ ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാ ദിവസവും വർക്കിംഗ് ഡേയ്സ് മാത്രം വിളിക്കാൻ ശ്രമിക്കുക. ശേഷം ദിവസങ്ങളിലെല്ലാം നമുക്ക് ഓപ്പണിംഗ് ആണല്ലേ? വാട്സാപ്പിൽ കൂടി വിളിച്ചാൽ നമ്മൾ അറേഞ്ച് ചെയ്ത് തരാം. ഓക്കെ. ഇപ്പോൾ കൊടുക്കുന്ന നമ്പറിൽ വാട്സാപ്പിൽ വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട്. വിളിച്ചാൽ കിട്ടിയില്ലെങ്കിൽ അതായത് ഇപ്പോൾ കസ്റ്റമറും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരോട് സംസാരിക്കുമ്പോൾ ഒരു പക്ഷേ വിളിച്ചാൽ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ വാട്സാപ്പിൽ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ ഇപ്പോൾ ദൂരം നിന്നുള്ള ആളുകളൊക്കെ ആണെങ്കിൽ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ അതിനുള്ള റിപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കില്ലേ? എല്ലാം കൊടുക്കും. ഏത് വാഹനം വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ഷെയർ ചെയ്യും.